തനിക്ക് വേണ്ടി എന്തിനും ചീഞ്ഞ പണിക്ക് എങ്ങനെയാ തനിക്ക് അറിയാല. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ അവന് ഫോൺ എടുക്കാൻ പറ്റണല്ല. എടുക്കണ്ടോ? താനൊന്നും എടുക്കണ്ട. വൈകുന്നേരം അനുമോളെയും വിളിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഗംഗ വീട്ടിലുള്ള കാര്യം. അവൻ പതിവില്ലാണ്ട് വീട്ടിൽ നിന്ന് ചോറും തിന്ന് പായ കൊടുത്ത് പുറത്തു പോയാണ് കിടന്നു. രാത്രി ഏതാണ്ട് ഒച്ചയായിട്ട് ഞാൻ വാതിലോട് നോക്കുമ്പോ അവൻ മതലിന്റെ മുകളിലിരുന്ന് വർത്താനം പറയണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടപ്പോ മനസ്സിലായി അവൻ നിന്നോടാണ് വർത്താനം പറഞ്ഞത്. ഹലോ ഹലോ കൃഷ്ണ, ഗംഗേടാ ഗംഗേടാ. ആ ഒന്നുമില്ല, വെറുതെ ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ. ഒരു പിടുത്തൂലാരെയൊന്നും. പിന്നെ വേറെന്തുണ്ടാ? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാ. അതിനാ വിളിക്കണം തോന്നുന്നു, വിളിച്ചതാണ്. പിറ്റേ ദിവസം അനിമോള് ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരത്ത് അവൻ മുറി കയറി വാതിലടിച്ചു. അവന്റെ പോക്ക് കണ്ടപ്പോ എനിക്ക് അവനെ പിടിച്ചെടുത്തെന്ന് തോന്നിയാണ് മോനെ. എനിക്കതിന് പറ്റിയില്ല കൃഷ്ണ. ചെറുപ്പത്തിൽ നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ശരിക്കും പേടി തോന്നുന്നുണ്ട് മോനെ.